ഹലോ ഫ്രണ്ട്സ്, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ രണ്ട് ഇംഗ്ലീഷ് ബുക്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ ബൈ ഹോളി ജാക്സൺ. ഇതൊരു ട്രിലോജിയാണ് ആക്ച്വലി. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അടുത്ത ബുക്സ് വായിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇൻട്രസ്റ്റ് ആവും. അത്രയും നല്ല പ്ലോട്ടാണ് ഇതിനകത്തുള്ളത്. ഒരു മിസ്റ്ററി ത്രില്ലർ ആണെങ്കിൽ കൂടി ഇത് ഭയങ്കര വ്യത്യാസമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിപ്പ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഗോയിങ് ഗേളിന്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവൾ എടുക്കുന്ന കേസ് സ്റ്റഡി. ആ കേസ് സ്റ്റഡി 5 വർഷം മുമ്പ് അവളുടെ തന്നെ ഹൈസ്കൂളർ ആയിരുന്ന ആൻഡി ബെൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മർഡർ കേസാണ്. ആ മർഡർ നടത്തിയിരിക്കുന്ന സാൽ കിങ് എന്ന് പറയുന്ന ഒരു അതേ സ്കൂളില് ഈ പറയുന്ന ആൻഡി ബെല്ലിന്റെ ലവറാണ്. അപ്പൊ ആ കേസ് റീഓപ്പൺ ചെയ്തോടുകൂടിയാണ് ഈ ഒരു കഥ വരുന്നത്. അപ്പൊ ഇത് സാധാരണ രീതിയിൽ വരുന്ന ഒരു ഹിസ്റ്ററി ത്രില്ലർ അല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് എല്ലാ എവിഡൻസും പിപ്പ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിപ്പ് ഒരു പ്രൊജക്ട് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ പ്രൊജക്ടിന് വേണ്ടിയിട്ട് അവൾ ഓരോ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും, അത് ഈവൻ ഒരു പേപ്പർ കട്ടിംഗ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ വോയിസ് റെക്കോർഡ്സ് ആവാം. ഇനി ഇതിന് വേണ്ടിയിട്ട് അവൾ ഒരു പോഡ്കാസ്റ്റും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം റെക്കോർഡിംഗ് പോലെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കൊണ്ടുതരും. അതായത് നമ്മൾ ഈ കേസിന്റെ പുറകെയാണ്, ഞാനാണ് പിപ്പ് എന്ന് പറയുന്ന ആള് എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ഹോളി ജാക്സൺ ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഡെഫിനറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഇതിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഇംപ്രസീവ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഇത്രയും പേജസ് ഉണ്ടെങ്കിലും നമ്മൾ ഇത് താഴെ വെക്കാൻ നോക്കത്തില്ല. കാരണം ഇതെല്ലാം ഓരോന്ന് ഡിഫറെന്റ് ആണ്. ഓരോ പേജിൽ വരുമ്പോൾ ഓക്കെ, ഇത് റെക്കോർഡിങ്സ് ആണ്, അതുപോലെ തന്നെ ഇത് ആ പറയുന്ന പേഴ്സൺ ആയിട്ടുള്ള സംസാരമാണ്. ആ രീതിയിലുള്ളതാണ് ഈ പുസ്തകത്തിന്റെ എൻഡയർ നോട്ട്സ് എന്ന് പറയുന്നത്, എൻഡയർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെടും. പേജ് റണ്ണർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനിതൊരു ദിവസം കൊണ്ട് തീർത്ത പുസ്തകമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എത്രത്തോളം ഫാസ്റ്റ് പേസിംഗിലുള്ള ബുക്കാണെന്ന്. അപ്പം അങ്ങനെയാണ് ഈ ഒരു എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എന്ന് പറയുന്ന ഈ പുസ്തകത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് ഏജ് ബാരിയർ ഒന്നുമില്ല. 18 ബിലോ എബവ് എത്ര ഏജിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഇത് വളരെ സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പോ ഇതാണ് എന്റെ ഫസ്റ്റ് ബുക്ക് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ ബൈ ഹോളി ജാക്സൺ. എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ട്രിലോജിയാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇതിന് ശേഷം 2 പുസ്തകം കൂടിയുണ്ട്, ഗുഡ് ഗേൾ ബാഡ് ബ്ലഡും അതുപോലെ തന്നെ ആസ് ഗുഡ് ആസ് ഡെഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ബുക്ക് ട്യൂബേഴ്സ് പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3ാമത്തെ ബുക്ക് ആസ് ഗുഡ് ആസ് ഡെഡ് എന്ന് പറയുന്ന ബുക്കാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഞാനത് വായിച്ച് ഫിനിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിലും ഈ ഒരു പുസ്തകം വെരി സ്പെഷ്യൽ ആണ്. നിങ്ങൾ ഈ ബുക്ക് വായിക്കാതെ നിങ്ങൾ ആ സെക്കൻഡ് പാർട്ടിലേക്കോ തേർഡ് പാർട്ടിലേക്കോ പോരുത്, കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ കൂടി. കാരണം എന്താ വെച്ചാൽ പിപ്പ് എന്ന് പറയുന്ന കുട്ടി ആണല്ലോ ഇതിന്റെ അകത്ത് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവളുടെ ഫ്രണ്ട്സും കുറെ കാര്യങ്ങളും എല്ലാം ഈ കേസസുമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ തന്നെ നമ്മൾ തുടങ്ങണം. തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ട് വേണം ബാക്കി 2 നിങ്ങൾ വായിക്കാനായിട്ട്. അപ്പോ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണിത് ട്രിലോജിയില്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വായിക്കുക. ഇനി എന്റെ സെക്കൻഡ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ദ 7 ഹസ്ബൻഡ്സ് ഓഫ് എവ്ലിൻ ഹ്യൂഗോ ബൈ ടൈലർ ജെൻകിൻസ് റെയ്ഡ്. ഇദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. അപ്പൊ ഇത് എന്റർലി ഡിഫറെന്റ് ആണ്. ഒരുപാട് വായിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വായിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ഒരാളുടെ ഓട്ടോബയോഗ്രഫി വായിക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക, ആ ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു റൈറ്റിംഗ് സ്റ്റൈൽ എവിടെയും കണ്ടിട്ടില്ല എന്ന് തന്നെ. ഇതുവരെ ഞാൻ വായിച്ച പുസ്തകത്തിലൊന്നും ഇല്ലാത്ത ഒരു രീതിയാണ് ഇതിനകത്ത്. ഈസി ആണോ ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇന്റർമീഡിയറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് വായിക്കാൻ പറ്റും. പക്ഷെ ഒരു ഈസി പേസിംഗ് ആണ്, അതായത് ഫാസ്റ്റ് പേസിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള പുസ്തകമാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എവ്ലിൻ ഹ്യൂഗോ എന്ന ഒരു ഫേമസ് ഐക്കോണിക് ആയിട്ടുള്ള ഹോളിവുഡ് ആക്ട്രസ് അവരുടെ 79ാം വയസ്സിൽ അവരൊരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇന്റർവ്യൂവിന് വരുന്ന ആള് മോണിക് ഗ്രാൻഡ് എന്ന് പറയുന്ന അൺഫേമസ് ആയിട്ടുള്ള ഒരു മാഗസീന്റെ റിപ്പോർട്ടറാണ്. അപ്പൊ അവരെ കണ്ടു കഴിയുമ്പം ഇവർ ആ ഒപ്പീനിയൻ മാറ്റുകയും അവർ പിന്നീട് പറയുന്നത്, ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ജീവചരിത്രം മോണിക്
ഗ്രാൻഡിനെ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസ്റ്റൗണ്ടഡ് മൊമെന്റ് ആയിരുന്നു നമ്മുടെ മോണിക് ഗ്രാൻഡിന്. കാരണം അവർക്ക് തന്നെ അറിയാം അവരാരും അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അവരെ ചൂസ് ചെയ്തതെന്നൊക്കെ. അപ്പൊ അതിന് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ്. അതൊട്ടും കൺവിൻസിംഗും അല്ലായിരുന്നു. അങ്ങനെ ഇത്രയും വലിയൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി മോണിക് ഗ്രാൻഡിന് കിട്ടുകയും അങ്ങനെ അവർ തമ്മിൽ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാണ്. അപ്പോ നമ്മൾ റീഡേഴ്സിനും തോന്നും എന്തുകൊണ്ട് മോണിക് ഗ്രാൻഡ് എന്ന്. അത് ആക്ച്വലി ഇതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മോണിക് ഗ്രാൻഡും ഈ എവലിൻ ഹ്യൂഗോയുടെ ലൈഫും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. അതൊരു ഐക്കോണിക് റിലേഷൻ ആണ്. അത് നമുക്ക് ആദ്യം മുതലൊന്നും മനസ്സിലാവില്ല. ആദ്യം എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ ഹസ്ബൻഡ്സുമായിട്ടുള്ള ഇവരുടെ ജീവിതങ്ങളാണ്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഹസ്ബൻഡ്സ് ആണ്. അതുപോലെ തന്നെ ഒരു ഹോളിവുഡ് ആക്ട്രസ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എവലിൻ ഹ്യൂഗോ മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് മോണിക് ഗ്രാൻഡിനോട്, ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ മരിച്ചിട്ടുണ്ടാവണം. അതും നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ്. ഒരാൾ മരിക്കുന്ന സമയം എങ്ങനെയാ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുക? ചിലപ്പം ഈ പറയുന്ന മോണിക് ഗ്രാൻഡിന് മുന്നേ അല്ല മരിക്കുന്നതെങ്കിലോ ഇത് ആര് പബ്ലിഷ് ചെയ്യും? പക്ഷെ എല്ലാത്തിലും ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എല്ലാത്തിലും അവർക്കൊരു കണ്ണിങ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അറിയാം ഈ ബുക്ക് എത്രയും പെട്ടെന്ന് പബ്ലിഷ് ആയി പെടുന്നത്. കാരണം അവർ ആത്മഹത്യ ചെയ്യും. അപ്പൊ അത് നമുക്കറിയാം. അത് തുടക്കത്തിൽ തന്നെ അതിന്റെ ഒരു ഹിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നില്ല. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ഫീൽ ഉണ്ട്, ഇമോഷണലി നമ്മൾ വീക്കൻ ആവുന്ന പോലത്തെ ഒരു ഫീൽ. അത് നമുക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും നമുക്ക് എല്ലാവർക്കും കിട്ടും. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇതിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്. വളരെ ഒരു ഇമ്പാക്ട് തരുന്ന, ഫീൽ ഗുഡ് തരുന്ന, അതേസമയം തന്നെ ഇമോഷണലി നമ്മളെ വല്ലാതെ ബ്രേക്ക് ഡൗൺ ആക്കുന്ന എല്ലാ എസൻസോടും കൂടി, ഒരു ഫിക്ഷന് വേണ്ട എല്ലാ എസൻസോടും കൂടിയുള്ള ഒരു പുസ്തകമാണ് എവലിൻ ഹ്യൂഗോയുടെ ജീവചരിത്രം പറയുന്ന ദ 7 ഹസ്ബൻഡ്സ് ഓഫ് എവലിൻ ഹ്യൂഗോ ബൈ ടെയ്ലർ ജെൻകിൻസ് റൈറ്റ്. അപ്പൊ ഇത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വായിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇത് വായിക്കണം. അതുപോലെ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 18 ആയിട്ടുള്ള ആളുകൾ ആരും ഇത് വായിക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ലേഡിയുടെ 7 ഹസ്ബൻഡ്സും ആയിട്ടുള്ള ജീവിതമാണ് ഈ വരുന്നത്. എങ്ങനെയായാലും അതിനകത്ത് സെക്ഷൽ കണ്ടന്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബിലോ 18 ആയിട്ടുള്ള കുട്ടികൾക്കൊന്നും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ദ ഓൺലി തിങ് എനിക്ക് പറയാനുള്ളത്. വായിക്കണ്ട എന്ന് പറയുന്നത്, ബാക്കി എല്ലാവരോടും ഞാൻ പറയും ഇത് എന്തായാലും വായിക്കണം. നിങ്ങളുടെ ബുക്ക് ഷെൽഫിൽ ഉണ്ടാകേണ്ട ഒരു പുസ്തകമാണ് ഈ പറയുന്ന ദ 7 ഹസ്ബൻഡ്സ് ഓഫ് എവലിൻ ഹ്യൂഗോ. തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം. അപ്പൊ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ 2 ബുക്സും വെരി പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്. ഏത് ബുക്ക് ടോപ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും ഈ 2 ബുക്സിനെ കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റൈറ്റിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ട്, ഒരു ട്രിലോജിയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ, ട്രിലോജി മീൻസ് കണക്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളായിട്ട് കണക്റ്റഡ് ആണ്, കേസുമായിട്ടൊന്നും ബന്ധമില്ല. ഒരു മിസ്റ്ററി ത്രില്ലർ കൂടിയാണ് ഈ പറയുന്ന എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ ബൈ ഹോളി ജാക്സൺ. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാം. ഈ പറയുന്ന പോലെ കുട്ടികൾക്കും വായിക്കാം. ഏജ് ബാരിയർ ഒന്നും ഇതിനകത്തില്ല. നല്ലൊരു പുസ്തകമാണ് എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എന്ന് പറയുന്ന ഈ പുസ്തകം. അതുപോലെ എന്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്ന ദ 7 ഹസ്ബൻഡ്സ് ഓഫ് എവലിൻ ഹ്യൂഗോ ബൈ ടെയ്ലർ ജെൻകിൻ റൈറ്റ്. ഈ പുസ്തകമാണ് അത്. ഇതെന്ന് പറയുന്നത് ഏജിന് ഞാൻ റെസ്ട്രിക്ഷൻ പറയുന്നിരുന്നു. അതായത് ബിലോ 18 ആയിട്ടുള്ളവർ ഇത് അധികം വായിക്കേണ്ട, കാരണം സെക്ഷൽ കണ്ടന്റ് ഇതിനകത്തുണ്ട്, അതുകൊണ്ട് മാത്രം. ബാക്കി എല്ലാം കൊണ്ടും ഇതൊരു ഫിക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഒരു ഓട്ടോബയോഗ്രഫി വായിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. ഒരു ആക്ട്രസ്, അതും ഹോളിവുഡിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആക്ട്രസ്, അവരുടെ 79-ാം വയസ്സിൽ അവരെ കുറിച്ചുള്ള കഥകൾ പറയുമ്പോൾ, അതും 7 ഹസ്ബൻഡ്സുമായിട്ടുള്ള അവരുടെ ജീവിതം പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ രീതിയിലുള്ള ഇമോഷൻസും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഫോബിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രൂ ലവർ ആരാണെന്ന് മോണിക് ഗ്രാൻഡ് ചോദിക്കുമ്പോൾ എവലിൻ ഹ്യൂഗോ ഈ 7 ഹസ്ബൻഡ്സിന്റെ പേരിൽ നിന്ന് ഒരാളെ പറയും. പക്ഷെ ആ ഒരാളാണോ അതോ വേറൊരാളുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അതുപോലെ ഒരു മനുഷ്യനുണ്ടാകുന്ന, അതും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടാകുന്ന, നമ്മളുടെ ഒരു ജീവിതശൈലിയിൽ ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസും അതുപോലെ തന്നെ പബ്ലിസിറ്റിയും അതിന്റെ ഹാങ് ഔട്ടും എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. നല്ല ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്ന പുസ്തകമായിരിക്കും ദ 7 ഹസ്ബൻഡ്സ് ഓഫ് എവലിൻ ഹ്യൂഗോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 2 പുസ്തകങ്ങളും വായിക്കുക, നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മൈ വ്യൂസ് ബൈ ലക്ഷ്മി എന്ന എന്റെ ഇൻസ്റ്റാ ഐഡിയിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോ എല്ലാവർക്കും അടുത്തൊരു നല്ല എപ്പിസോഡ് വരുന്നത് വരെ ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.